നമസ്കാരം. നടൻ ശ്രീനിവാസൻ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 2 മാസം കഴിയുകയാണ്. ഡിസംബർ 20 2025 ഡിസംബർ 20 ആയിരുന്നു ശ്രീനിച്ചേട്ടൻ നമ്മെ വിട്ടുപിരിഞ്ഞത്. എന്നും നമ്മുടെ മനസ്സിൽ ശ്രീനിച്ചേട്ടൻ നിലനിൽക്കുന്നുണ്ട്. കാരണം ശ്രീനിച്ചേട്ടൻ അത്രമാത്രം ഇഷ്ടമാണ് മലയാളികൾക്ക്. അതുകൊണ്ട് തന്നെയാണ് ശ്രീനിച്ചേട്ടൻ്റെ ഓർമ്മകൾ നമ്മളിൽ നിന്നും മായാതെ നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം ശ്രീനിച്ചേട്ടന് ഒരു അവാർഡുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ച നടക്കുന്നുള്ളത് 70ാമത് ഫിലിം ഫെയർ സൗത്ത് അവാർഡാണ് നടൻ ശ്രീനിവാസന് ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് നൽകി ആദരിച്ചത്. ഇതിനുശേഷം വിനീതിൻ്റെ ഒപ്പമാണ് അവിടെ വന്നു. ഇതിനുശേഷം വിനീത് ഒരു ഫേസ്ബുക്കിൽ കുറിപ്പിടുകയും ചെയ്താണ് ഇപ്പോൾ ചർച്ചയാവുന്നത്. മകൻ വിനീതിനോടൊപ്പം എത്തി വിമല ചേച്ചി പുരസ്കാരം ഏറ്റുവാങ്ങി. ശ്രീനിവാസനുമായുള്ള പുരസ്കാരം ഏറ്റുവാങ്ങാനായി വിനീതിൻ്റെ കൈ പിടിച്ച് വേദിയിലേക്ക് വരുന്ന വിമല ചേച്ചിയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. ചേച്ചിയുടെ വരവ് തന്നെ നമ്മുടെ മനസ്സിൽ ഒരു സ്ത്രീ എന്ന നിലയിൽ, ഒരു അമ്മ എന്ന നിലയിൽ, ഒരു സഹോദരി എന്ന നിലയിൽ നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റില്ല. ചേച്ചിയുടെ ആ ചിരിയോടുകൂടി ഉള്ള വരവ് മനസ്സിൽ ആഴത്തിൽ തട്ടിയവരാണ് മലയാളികൾ. ഈ പുരസ്കാരം ഏറ്റുവാങ്ങിയതിനു ശേഷം അമ്മയെക്കുറിച്ചുള്ള വിനീതിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് വലിയ രീതിയിൽ ഇപ്പോൾ ശ്രദ്ധ പിടിച്ചിരിക്കുന്നത്. വിനീത് എഴുതിയത്, വളരെയധികം വിജയിച്ച പുരുഷൻ്റെ പിന്നിൽ എന്നും ഈ സ്ത്രീ ഉണ്ടായിരുന്നു. അമ്മയ്ക്കുള്ളതാണ് ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് എന്നാണ് വിനീത് കുറിച്ചത്. കൃത്യമാണ്. ഒരു പുരുഷൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടാകും. അത് അമ്മയായിട്ടായി, അല്ലെങ്കിൽ ഭാര്യയായിട്ടായി, അല്ലെങ്കിൽ സഹോദരിയായിട്ട്. ഇത് കൃത്യമായി തന്നെയാണ് വിനീത് കുറിച്ചത്. ശ്രീനിച്ചേട്ടൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ വിമല ചേച്ചി തന്നെയായിരുന്നു. ഈ മക്കളുടെ വിജയത്തിൻ്റെ പിന്നിലും വിമല ചേച്ചി തന്നെയായിരുന്നു. ഈ അമ്മ തന്നെയായിരുന്നു. അത് വിനീത് കുറിച്ചതിൻ്റെ തൊട്ട് പിന്നാലെ വളരെയധികം ആളുകൾ ഏറ്റെടുത്തു. സിനിമാ മേഖലയിലുള്ളവരൊക്കെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്തു. നിരവധി ആളുകളാണ് കമൻറ്റുമായിട്ട് എത്തിയിരിക്കുന്നത്. എനിക്ക് ആ ഫേസ്ബുക്ക് കണ്ട ഉടൻ തന്നെ മനസ്സിൽ ഒന്ന് വിങ്ങലുണ്ടായി. കാരണം അത്രമാത്രം ചേച്ചി ശ്രീനിച്ചേട്ടൻ്റെ അസുഖം ബാധിച്ചപ്പോൾ കൊച്ചു കുട്ടികളെ നോക്കുന്ന പോലെയായിരുന്നു ശ്രീനിച്ചേട്ടനെ നോക്കിക്കൊണ്ടിരുന്നത്. മരുന്ന് കൊടുക്കുന്നതിനാണെങ്കിലും ഭക്ഷണം കൊടുക്കുന്നതിനാണെങ്കിലും കൊച്ചു കുട്ടികൾ എങ്ങനെയാണ്, കൊച്ചു കുട്ടികൾക്ക് വഴക്കുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ പിണക്കങ്ങളുണ്ടാവും, ഇണക്കങ്ങളുണ്ടാവും. അതൊക്കെ ശ്രീനിച്ചേട്ടനുണ്ടായിരുന്നു. അതെല്ലാം വേണ്ട രീതിയിൽ, നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് നേരിട്ട് കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ. ആ ശ്രീനിച്ചേട്ടനെ ഓർക്കാതെ വയ്യ. ഈ ഒരു അവാർഡ് കിട്ടുമ്പോൾ വിനീതിൻ്റെ എഴുത്ത്, ഫേസ്ബുക്കിലെ കുറിപ്പ് വലിയ ചർച്ചയായി. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ്, കുറച്ച് നാളുകൾ മരിച്ച ഉടൻ തന്നെയായിരുന്നു അന്തരിച്ച നടൻ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം ശ്രീനിവാസന് മരണാനന്തര ബഹുമതിയായ പുരസ്കാരം നൽകിയത്. അതും അന്ന് വലിയ രീതിയിൽ ആളുകൾ ഏറ്റെടുത്തു. അദ്ദേഹത്തിൻ്റെ വസതിയിൽ വെച്ച ആരോഗ്യമന്ത്രി വീണ ജോർജാണ് അന്ന് പുരസ്കാരം നൽകിയത്. അന്ന് വിനീതിൻ്റെ കൂടെ ആയിരുന്നില്ല പോയത്, അന്ന് ധ്യാൻ്റെ കൂടെയായിരുന്നു പോയത്. 2 പുരസ്കാരം. അന്ന് ധ്യാൻ്റെ കൂടെ പോയി, ഇന്ന് വിനീതിനോട്. അന്ന് പിള്ളേർ സിനിമയിൽ അഭിനയിക്കുന്നവരാണ്, അവരുടെ ഒരു സമയമുണ്ട്. അപ്പോൾ ആരാണ് വരുന്നതെന്ന് അറിയില്ല. അന്ന് ധ്യാൻ്റെ കൂടെയാണ് പോയത്. മന്ത്രിയിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങിയ അദ്ദേഹത്തിൻ്റെ ഭാര്യ വിമല ചേച്ചി, എന്ന് വെച്ചാൽ നമ്മുടെ ശ്രീനിച്ചേട്ടൻ്റെ ഭാര്യ വിമല ചേച്ചി, വികാരഭരിതയാകുന്നതും ഒപ്പമുണ്ടായിരുന്ന ഇളയ മകൻ ധ്യാൻ ശ്രീനിവാസൻ അമ്മയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്ന വീഡിയോയും സോഷ്യൽ മീഡിയയിൽ അന്ന് വൈറലായി. അന്ന് അമ്മ കരയുന്ന, വിമല ചേച്ചി കരയുന്ന കണ്ണുനീര് നമുക്ക് കാണാമായിരുന്നു. അന്ന് ആശ്വാസമായി ധ്യാൻ ചേർത്ത് പിടിച്ചു. ഈ വീഡിയോ വലിയ രീതിയിൽ വൈറലാവുകയും ചെയ്തു. ധ്യാൻ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചിട്ടും വിമല ചേച്ചി പൊട്ടിക്കരയുകയായിരുന്നു. എന്ന് വെച്ചാൽ ഒതുക്കാൻ കഴിയില്ല. അപ്പോഴാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് അവരെ ചേർത്ത് പിടിച്ചത്. ഇതെല്ലാം അന്ന് നമ്മൾ കണ്ടതാണ്. ഇത്രമാത്രം ഇഷ്ടമാണ് ശ്രീനിച്ചേട്ടനെയും ശ്രീനിച്ചേട്ടൻ്റെ കുടുംബത്തെയും പ്രേക്ഷകർക്ക്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. കാരണം ഇന്നലത്തെ ആ പോസ്റ്റ് കണ്ടപ്പോൾ എനിക്കും മനസ്സിൽ ഒരു ദുഃഖം തോന്നി. കാരണം അത്ര അടുത്ത് നിന്ന ഒരു വ്യക്തി എന്ന നിലയിൽ തന്നെയാണ് ആ ഒരു ദുഃഖം തോന്നിയത്. ശ്രീനിച്ചേട്ടൻ്റെ ഒരു യാത്ര, ഒരു പോക്ക് ഒരിക്കലും വിമല ചേച്ചിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയും. പക്ഷേ വിമല ചേച്ചി ഇപ്പോൾ എല്ലാം ഉൾക്കൊണ്ട് ഇടവും വലവും 2 മക്കളെയും ചേർത്ത് പിടിച്ച്, ഇടവും വലവും 2 മരുമക്കളെയും ചേർത്ത് പിടിച്ച്, പേരക്കുട്ടികളെയും ചേർത്ത് പിടിച്ച് വളരെ കരുത്തോടു കൂടി നീങ്ങുന്നു ആ ചേച്ചി. എന്നും നല്ലത് മാത്രമേ വരികയുള്ളൂ, നന്മകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതിൻ്റെ തെളിവുകളാണ് ശ്രീനിച്ചേട്ടന് ഒരു അവാർഡുകൾ ലഭിക്കുമ്പോഴും അത് വാങ്ങാൻ ആ ചേച്ചി ചെല്ലുമ്പോഴുള്ള ആ സന്തോഷവും, ഉള്ളിലെ ദുഃഖമുണ്ടെങ്കിലും, എത്ര ദുഃഖമുണ്ടെങ്കിലും പുറത്ത് സന്തോഷത്തെ ചിരിയും, ആ ചാറ്റൽ മഴയിലൂടെ നടന്നു പോകുന്ന ചേച്ചിയെ കാണുമ്പോൾ നമുക്കുണ്ടായത്. എന്തായാലും ശ്രീനിച്ചേട്ടൻ മരിച്ചാലും അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തിലൂടെ നമ്മോടൊപ്പം എന്നും ഉണ്ടാവും ശ്രീനിച്ചേട്ടൻ. ആ മക്കൾക്കും ആ കുടുംബത്തിനും എന്നും ശ്രീനിച്ചേട്ടൻ ഒരു തണലായിരുന്നു. ഇനിയും തണലായിട്ട് തന്നെ മരിച്ചെങ്കിലും ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളെല്ലാം. എന്തായാലും
ധ്യാനും വിനീതും ചേർത്ത് പിടിച്ച് അമ്മയോടൊപ്പം നടക്കുന്നു, അമ്മ അവരെയും ചേർത്ത് പിടിച്ച് നടക്കുന്നു, മരുമക്കളും കൊച്ചുമക്കളുമായി സന്തോഷമായിട്ട് ജീവിക്കുന്നു. അത് തന്നെയാണ് നമുക്ക് വേണ്ടത്, അത് തന്നെയാണ് നമുക്ക് കാണേണ്ടതും, അത് തന്നെയാണ് നമുക്ക് കേൾക്കേണ്ടതും. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനിങ്ങനെ പലയിടത്ത് ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്, ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജി ആണ് ഫ്യൂച്ചർ.